എല്ലാ വിപണികളിലും റിസ്ക് ഫാക്ടറുണ്ട്. അത് ഇല്ലാത്ത ഒരു വിപണിയും ഈ ലോകത്ത് നിലവിലില്ല. ഓഹരി വിപണിയിൽ ഓരോ കമ്പനികളുടെയും ഓഹരി, അതിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരംശം, അതാണ് ഓഹരി എന്ന് പറയുന്നത്, ആണ് കച്ചവടം ചെയ്യപ്പെടുന്നത്. ഓഹരിയുടെ മൂല്യം, ഫേസ് വാല്യൂ അതിൽ വന്നിട്ടുണ്ടെങ്കിലും വിപണി മൂല്യം എന്ന് പറയുന്നത് വിപണി ആ കമ്പനിയെ എങ്ങനെ കാണുന്നു, അതിൻ്റെ കൂടുതലുള്ള ലാഭക്ഷമതയെ എങ്ങനെ കാണുന്നു, കൂടുതൽ ഡിവിഡൻഡ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ആ കമ്പനിയുടെ വില മാർക്കറ്റിൽ ഫേസ് വാല്യൂ, മുഖവിലയേക്കാൾ വ്യത്യാസം വരാം. അഥവാ കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ നടക്കുന്ന കമ്പനിയുടെ വില കൂടിക്കൊണ്ടിരിക്കും മാർക്കറ്റിൽ, ഫേസ് വാല്യൂ, മുഖവില എന്തായാലും. നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ വില, ആ ഷെയറിൻ്റെ വില ഇല്ലാതായിട്ട് 0 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ചിലതിൽ. എന്നാൽ ഗോൾഡ് ETF-ൽ സ്വർണത്തിൻ്റെ മൂല്യം ചാഞ്ചാടും. പക്ഷേ ആ ചാഞ്ചാട്ടം ഒരു പരിധിയുണ്ട്. മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോകാം, പക്ഷേ താഴത്തേക്ക് വരുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില 1,17,000 ആയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വെറും 10,000-ലേക്ക് വരാനുള്ള സാധ്യത പ്രായോഗികമായിട്ടില്ല. താത്വികമായിട്ട് ഉണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് അതില്ല. അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിൽ ഉള്ളത്രയും റിസ്ക് ഇതിലില്ല.